എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുഖി. എൻ്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം, സേഫ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷോപ്സി ഹോളാണ്. കഴിഞ്ഞ ഷോപ്സി ഹോളിൽ നമ്മൾ കുറച്ച് അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി പ്രോഡക്ട്സ് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള പക്ഷേ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കൊറിയൻ ജ്വല്ലറി ഐറ്റംസും വാച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ സൂപ്പർ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ആണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട് കൊറിയൻ ഇയറിംഗ് ആണ്. സോ ഇങ്ങനൊരു കുട്ടി ബോക്സിലാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതാണ് എനിക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡിസൈൻ ബൈ കൊറിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇയറിംഗ്സ് ആണ്. നല്ലൊരു സ്റ്റോണും പിന്നെ കുറച്ച് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല മിനിമൽ ജ്വല്ലറി ആണിത്. ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ. ഇതിൽ 2 ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കണ്ടുവച്ചിരുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് ഇത്. നെക്ലേസ് ആണ്. നല്ല ഭംഗിയുള്ള 2 രീതിയിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. കഴിഞ്ഞ ഷോപ്സി ഹോളിൽ ഞാൻ ഈ ഒരു നെക്ലേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മറന്നിട്ട് നിൽക്കണം. ഓക്കെ, കഴിഞ്ഞ ഷോപ്സി ഹോളിൽ ഞാൻ ഈ ഒരു നെക്ലേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് 2 രീതിയിൽ ഇങ്ങനെ ഇടാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ്. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. സോ ഇത് ഞാൻ ഷോപ്സിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ്. ഒരു സൈഡിൽ വൈറ്റ് സ്റ്റോൺ ആണ്, ഒരു സൈഡിൽ ബ്ലാക്ക് ആണ്. നമുക്കിത് 2 രീതിയിലും ഇടാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇനിയിപ്പോൾ ഇത് എത്രത്തോളം കളർ പോവാണ്ട് നിൽക്കും എന്നുള്ളത് നമ്മളിതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിതിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതിലാണ്. ലൈക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മോയ്സ്ചറൈസർ സംഭവങ്ങൾ അല്ലെങ്കിൽ സൺസ്ക്രീന് വാട്ടർ വെള്ളമൊന്നും തട്ടാതെ ഓയിലൊന്നും ആവാതെ നല്ല രീതിക്ക് ഇതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ബോക്സിലിട്ട് വീണ്ടും സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈമിൽ കിട്ടും. റോസ് ഗോൾഡ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഐ തിങ്ക് അണ്ടർ 200 rupees ആണ്. സോ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും ഒരു നെക്ലേസ് ആണ്. ഇത്ര കുഞ്ഞൊരു ബോക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഒരൊറ്റ ബോക്സിലോട്ട് ഇട്ട് വെക്കാം. സോ ഐ ക്യാൻ യൂസ് ദിസ് ബോക്സ് അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെസ്. ഓക്കെ, തിരിഞ്ഞ് കിടക്കുന്നു നോക്കണേ. ഇതും ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു നെക്ക് പീസാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈവൽ ഐ ആയിട്ടുള്ളൊരു നെക്ക് പീസാണ്. ആൻഡ് അതിൻ്റെ കൂടെ ഇത് മൂവിങ് ആണല്ലേ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ലോക്കറ്റ് വരുന്നത്. ഈവൽ ഐ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോൺ വരുന്നുണ്ട്. ഇവിടെ 3 സ്റ്റോൺസ് വരുന്നുണ്ട്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഇത് റോസ് ഗോൾഡ് ഷെയ്ഡിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ? അതുപോലെ ഇവിടെ ഈ ഒരു ബ്ലൂ കളറിലൊരു സ്റ്റോൺ കൂടി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതും അണ്ടർ 200 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. എന്തായാലും എല്ലാ പ്രോഡക്ട്സിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. അപ്പോൾ ഈ 2 കൂടി ഞാനത് ഈ ഒരു ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വാച്ചാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാച്ച് ഞാൻ കുറച്ച് മുന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സെയിം ജോക്കർ ആൻഡ് വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ വാച്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ സെയിം കമ്പനിയുടെ തന്നെ വേറൊരു വാച്ച് ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. സോ ഇഗെയിൻ ഞാൻ അതിന്നൊരു വേറൊരു വാച്ച് വേറൊരു ഡിസൈൻ കൂടി മേടിച്ചിട്ടുണ്ട്. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാറണ്ടി കാർഡുണ്ട്, താഴെ ഡബിൾ റാപ്പ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു സെക്കൻഡ് വാച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രാപ്പ് ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് വരുന്ന സ്ട്രാപ്പാണ്. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചെറിയ ഡയലാണ്. ഞാൻ ഇത്തവണ വൈറ്റ് ആണ് ഡയലിൻ്റെ കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ഉണ്ട്, ബ്ലാക്കും ഉണ്ടെന്നാണ്. ബ്ലാക്കും ഉണ്ട്. സോ ഇതാണ്. ഇത് ശരിക്കും ഓഫറിലായിരുന്നു. ഇതിൻ്റെ നോർമലി ഞാൻ നോക്കുന്ന സമയത്തിൻ്റെ റേറ്റ് വരാറുള്ളത് ഒരു 1100 ഒക്കെ അടുത്താണ്. പക്ഷെ എനിക്ക് നല്ല ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത്. അറൗണ്ട് 700-800 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. സോ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. പ്രൈസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഞാൻ സ്കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ്. ചെറിയ ഒരു വാച്ചാണ്. ഞാൻ യൂഷ്വലി വലിയ ഡയലാണ് വാങ്ങിക്കാറുള്ളത്. ബട്ട് ദിസ് ടൈം ഞാനൊരു ചെറിയ ഡയലുള്ള വാച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. സോ ഇതാണ് നമ്മുടെ വാച്ച്. അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരു ബാക്കിയുള്ളത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. യു ബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇവരുടെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ
എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്താ ഇങ്ങനെ പൊട്ടിപ്പോയോ ആണ് ഒരു ബ്രേസ്ലെറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചത് പൊട്ടിയതാണ്, പക്ഷെ അത് പൊട്ടിയതല്ല, ഇതിങ്ങനെ തന്നെയാണ്. ഇതെൻ്റെ കയ്യിൽ കൊള്ളുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഐ ഹാവ് ടു യെസ്, കൊള്ളും. അത് നിൽക്കുകയാണെങ്കിൽ ഇത് ഒന്നുകൂടി ഭംഗി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഇത് ടൈറ്റ് ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. ശരിക്കും ഇത് നിൽക്കുന്നില്ല, കുറച്ച് ടൈറ്റ് ആക്കി ഇടേണ്ടി വരും. സോ ഓക്കെ ആണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലോട്ടല്ല വന്നത്. സംഭവം രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, കണ്ടോ? അപ്പം ഞാൻ ടൈറ്റ് അത് ഇട്ടത് ടൈറ്റ് ആയിട്ടില്ല, അതൊന്നുകൂടി ടൈറ്റ് ആക്കിയിട്ട് ഇടേണ്ടി വരും. ഇങ്ങനെയാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉള്ളത്. ഇത് സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്റ്റോണിൻ്റെ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റ്. എല്ലാവരുടെയും കയ്യിൽ വേണ്ടൊരു സാധനമാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു വാലറ്റാണ്. അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എങ്ങനെയൊക്കെയാണോ? ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാലറ്റാണ് ഇങ്ങനെയായിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാർഡ്സ് വെക്കാനുള്ള സ്ഥലം, ഇവിടെ ഫോട്ടോ എനിത്തിങ്, ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ദെൻ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റോട് കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് ബാക്കി ഐറ്റംസ് ഇവിടെ വെക്കാം. സിലിക്ക ജെല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദ ക്വാളിറ്റി ഈസ് സൂപ്പർ ഗുഡ്. നമ്മളിപ്പോൾ ഹാൻഡ് ബാഗ്, വലിയ ബാഗ്, ബാക്ക് പാക്ക് ഒക്കെ ഇടുമ്പോൾ എല്ലാ സംഭവങ്ങളും ഒറ്റ ഒരു ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സാണ്. ആൻഡ് ലവ് ദ ക്വാളിറ്റി, ലവ് ദ കളർ, അമേസിങ്. സോ എൻ്റെ ഫോൺ ഇതിൽ കൊള്ളില്ല. ഇറ്റ്സ് എക്സാക്ട്ലി ദ സൈസ് ഓഫ് മൈ ഫോൺ, പക്ഷേ കൊള്ളില്ല. ബട്ട് ഇറ്റ് വാലറ്റ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെന്റ്സ് മൈ ഡ്രസ് സോ വെൽ. ബ്ലാക്ക്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്സി ഹോൾ. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ലുക്കിനെ എൻഹാൻസ് ചെയ്യാനും നല്ല ക്ലാസി, എന്താ പറയുക, ലക്ഷറിയസ് ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വാച്ച് ആയാലും മാല ഇസ് മൈ ഫേവറേറ്റ്. എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി റോസ് ഗോൾഡ് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ റോസ് ഗോൾഡിലുള്ളത് സെലക്ട് ചെയ്തിട്ടത്. ഗോൾഡ് ഷെയ്ഡിൽ വരുന്നതും സിൽവറിൽ വരുന്നതും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. വെറൈറ്റി വാസ്റ്റ് കളക്ഷൻ ഓഫ് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ ഇത് തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. സോ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജ്വല്ലറി, മിനിമൽ ജ്വല്ലറി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓളെന്നതിൽ കൂടി ടിക്ക് ചെയ്യണം. എപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും, മിസ്സാവാതെ കാണാൻ പറ്റും. സോ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. Bye bye.